ഈ അടുത്ത പ്രദേശത്തെ തോട്ടങ്ങളെല്ലാം ചെടി പോയി. പക്ഷേ എൻ്റെ തോട്ടത്തിൽ ഒറ്റ ചെടി പോയില്ല. പുതിയ ഒരു ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കായ്ക്കും നല്ല വലിപ്പം ലഭിക്കും. 30-35 കായൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അത് കൂടുതലും ഉണ്ടാകും. 90% മുകളിൽ കാ പിടിച്ച് നിൽപ്പുണ്ടല്ലോ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. വെറും തട്ടിപ്പാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഈ തോട്ടത്തിൽ വന്ന് ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് ഇവർ പറഞ്ഞതെല്ലാം 100% സത്യമായിരുന്നു എന്നുള്ള അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായത്. 500 രൂപയിൽ താഴെ മുതൽ മുടക്കിൽ നിങ്ങളുടെ ഏലത്തോട്ടത്തിൽ ജലസേചന സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് അതും അവിടെ നമ്മൾ സ്വീകരിക്കുന്നു. നമ്മൾ 1500 കിലോ വരെ എടുക്കാനുള്ള ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എ സോൺ ആണെങ്കിലും ബി സോൺ ആണെങ്കിലും ഡി സോൺ ആണെങ്കിലും അതിനപ്പുറമുള്ള തോട്ടങ്ങളാണെങ്കിലും എത്ര കരിഞ്ഞ കാലാവസ്ഥ അടിക്കുന്ന തോട്ടമാണെങ്കിലും നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ച് അവിടെ ഈ സാങ്കേതികവിദ്യ കൃത്യമായിട്ട് വികസിപ്പിച്ച് ഏലത്തിൽ 100 മേനി വിളവ് തരാനുള്ള സജ്ജീകരണം ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ വലിയ തോവാള എന്ന പ്രദേശത്താണ്. ഏലകൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ മികച്ച ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഉള്ളത്. ചൂട് ഭയങ്കരമായിട്ട് കൂടിയൊരു പ്രദേശമാണിത്. കഴിഞ്ഞ വർഷം ഏകദേശം 37 ഡിഗ്രിയോളം ടെമ്പറേച്ചർ വന്ന ഒരു സ്ഥലമാണ്. ഏലകൃഷി ഒരു തരത്തിലും രക്ഷപ്പെടാത്ത ഒരു നാട്. അതുപോലെ ചൂടടിക്കുന്ന ഒരു സ്ഥലമാണ്. എ സോൺ അല്ല, ബി സോൺ അല്ല, ഡി സോണിലുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് മാർച്ച് മാസം 4-ാം തീയതിയാണ്. മാർച്ച് മാസത്തിൽ ആദ്യത്തെ ആഴ്ച തന്നെ ചൂട് എത്രമാത്രമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈ അവസരത്തിൽ നമ്മുടെ ഏലത്തോട്ടമെല്ലാം സ്വാഭാവികമായിട്ട് മൊത്തം കരിഞ്ഞ് ഒന്നുമില്ലാതാവും. കർഷകർക്ക് യാതൊരു തരത്തിലുമുള്ള വിളവ് കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ അവസ്ഥയിലും വലിയ തോവാള പോലൊരു നാട്ടിൽ എങ്ങനെ ഏലകൃഷി ഇത്രയും മനോഹരമായിട്ട് 100 മേനി വിളവെടുക്കുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു രഹസ്യമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത്രയും ചൂട് കാലാവസ്ഥയിലും ഈ തോട്ടത്തിൽ 100 മേനി വിളവ് ലഭിക്കണമെങ്കിൽ അതിന് പിന്നിൽ അധ്വാനിച്ച വ്യക്തിയെ കാണാതിരിക്കാനാവില്ല. നമ്മോടൊപ്പമുള്ളത് വണ്ടർക്കാടമത്തിൻ്റെ സ്വന്തം സാബു സാറാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വമാണിത്. 42 വർഷമായിട്ട് ഏലകൃഷിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. വണ്ടർക്കാടമം എന്ന് പറയുന്നത് ഏലത്തിൻ്റെ വെറൈറ്റിയാണ്. 2008 ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാർ രാഷ്ട്രപതി ആയിരിക്കെ അദ്ദേഹത്തിൽ നിന്ന് അവാർഡ് സ്വീകരിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ സ്വന്തം സാബു സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 42 വർഷത്തെ കൃഷിയിലുള്ള പരിജ്ഞാനവും അതോടൊപ്പം വണ്ടർക്കാടമം എന്ന വെറൈറ്റി സ്വന്തമായിട്ട് ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തതിൻ്റെ കഥകളുമെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ 42 വർഷം ഒരു കർഷകൻ എന്ന നിലയിൽ ഏലകൃഷിയെ പറ്റിയുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? 42 വർഷമായിട്ട് ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ വലിയ തോവാള എന്ന് പറഞ്ഞ പ്രദേശത്ത് ഏലകൃഷി ഇല്ലായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ മേഖല ആണ്, ചൂട് കൂടിയ മേഖലയാണ്. ചൂട് മേഖലയിൽ നമുക്ക് ഏലകൃഷി ചെയ്തു കഴിഞ്ഞാൽ അനുയോജ്യമല്ല എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഒരു പുതിയ വെറൈറ്റി വികസിപ്പിച്ചത്. 1992 ഇത് വികസിപ്പിക്കുകയും 2001 സ്പൈസസ് ബോർഡ് അവാർഡ് ലഭിക്കുകയും ചെയ്തത്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. റബ്ബറിൻ്റെ ഇടയിൽ ഏലകൃഷി ചെയ്യാമെന്ന് ആദ്യമായിട്ട് കർഷകരെ പഠിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അതിനിടയിലെ കഥയൊന്ന് പറയാമോ? അത് ചൂട് കൂടിയ കാലാവസ്ഥയിൽ അന്ന് റബ്ബറിന് വില തീർത്ത് കുറഞ്ഞു പോയ സമയമാണ്. അപ്പം റബ്ബറിന് വില കുറഞ്ഞു പോയ സമയത്ത് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ റബ്ബർ തോട്ടത്തിൽ ഏലം കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അതിന് വേണ്ടി ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ സാധാരണ ഈ കുഴിയെടുത്താണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ കുഴിയെടുത്ത് ഏലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ അഴുകളുണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ കപ്പയോടൽ പോലെ പൊക്കി എടുത്ത് അവിടെയാണ് നമ്മൾ ഏലം ആദ്യമായിട്ട് നട്ടത്. അത് ഞാൻ വികസിപ്പിച്ചെടുത്ത ആ വെറൈറ്റിയാണ് വെച്ചത്. അന്ന് 2008 അതിന് 2001 നാഷണൽ അവാർഡ് സ്പൈസ് ബോർഡ് അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും നല്ല ഉൽപ്പാദനത്തിനുള്ള അവാർഡാണ് അന്ന് ലഭിച്ചത്. ഏലകൃഷിയിൽ ഞങ്ങളൊക്കെ മുട്ടുമടക്കിയവരാണ്. കാരണം ഒരു രക്ഷയില്ല. കഴിഞ്ഞ വർഷത്തെ വേനൽ എന്ന് പറയുന്നത് അതികഠിനമായിരുന്നു. അത് കഴിഞ്ഞ് മഴക്കാലമൊക്കെ ആയപ്പോഴേക്കും ഒരുമാതിരിയൊക്കെ സെറ്റ് ചെയ്ത് വന്ന് ഈ വർഷവും ഭയങ്കര ചൂടാണ്. ഞങ്ങളുടെ എല്ലാ ഏലകൃഷി നല്ല രീതിയിൽ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ സാബു സാറിൻ്റെ തോട്ടം ഇപ്പോഴും മഴക്കാലത്ത് എങ്ങനെയാണോ അതിലും ഭംഗിയായിട്ടാണ് നമ്മുടെ ഏലത്തോട്ടം വിളവിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തോട്ടം കണ്ടാൽ അങ്ങനെയാണ്. അപ്പോൾ ഇതിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സാങ്കേതിക വിദ്യയാണ്. കാരണം ചെടി എന്ന് പറയുന്നത് അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്
അതിൻ്റെ വേരാണ്. അതുപോലെ തന്നെ ഒരു ചെടിയുടെ ആ സെറ്റിംഗ് ആകുന്ന കായ എന്ന് പറഞ്ഞാൽ ചരത്തേൽ കാ പിടിക്കുക എന്നത്, അത് പിടിക്കാനുള്ള സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ തോട്ടങ്ങളിൽ ഈ അടുത്ത പ്രദേശത്തെ തോട്ടങ്ങളെല്ലാം ചെടി പോയി. പക്ഷേ എൻ്റെ തോട്ടത്തിൽ ഒറ്റ ചെടി പോയില്ല. കാരണം അതിനുള്ള സാങ്കേതികവിദ്യ എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ സാങ്കേതികവിദ്യ അനുസരിച്ചാണ് എൻ്റെ ചെടിയിൽ ഒറ്റ ചെടിയിൽ ആകെ എൻ്റെ തോട്ടത്തിൽ പോയതെന്ന് പറഞ്ഞാൽ 5 ചെടി മാത്രമേ കരിഞ്ഞുണങ്ങിപ്പോയുള്ളൂ. കാരണം എൻ്റെ ചെടിയിലെ വേരുകൾ പൂർണ്ണമായിട്ട് സെറ്റായിരുന്നു. ഇതൊക്കെ പുറത്തുനിന്ന് കേട്ടപ്പോൾ വെറും തട്ടിപ്പാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഈ തോട്ടത്തിൽ വന്ന് ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് ഇവർ പറഞ്ഞതെല്ലാം 100% സത്യമായിരുന്നു എന്നുള്ള അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫ് നമുക്ക് കാണാം. എൻ്റെ കയ്യിലുള്ളത് പഴകിയ ഒരു കൊത്താണ്. ഈ പഴയ കൊത്തിലും 35ാമത്തെ ഫ്ലവർ വരെ സെറ്റായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഇനിയും വിശ്വാസമായിട്ടില്ലേ? നിങ്ങൾക്കിത് എണ്ണി കാണിക്കാം. നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 കായും ഇതിൽ സെറ്റായിട്ടുള്ളതാണ്. അവസാനത്തെ 4 കായ്കളാണ് നമ്മളീ കാണുന്നത്. ഇതിലും വലിയ ഒരു റിസൾട്ട് ഇതിന് തരാനായിട്ടില്ല. ഇത്രയും പഴയ കൊത്തിൽ 35 ഫ്ലവർ കിട്ടിയ ഒരു സംഭവം നമ്മൾ കണ്ടു. പക്ഷേ ഇതിന് ഒരു പോരായ്മ തോന്നുന്നുണ്ട്. ഇതിൻ്റെ അവസാനത്തെ കായ്കൾക്ക് വലിപ്പം കുറവാണ്. അതിനെന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടോ? അല്ലാതെ ഇപ്പോഴത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന സാങ്കേതികവിദ്യ അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ, അത് പുതിയ ഒരു ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കായ്ക്കും നല്ല വലിപ്പം ലഭിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ സാങ്കേതികവിദ്യ അനുസരിച്ച് നമുക്ക് ചെടിയിൽ ഒരു തോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഡീസോൺ എന്ന് പറയാം, നമ്മൾ ഇടുന്ന പേരാകട്ടോ ഡീസോൺ എന്ന്. കാരണം അതിനേക്കാളും മോശമാണ് ഇവിടെ. അപ്പോൾ ഈ മേഖലയിൽ ഏലകൃഷി വളരെ മോശമായ ഇരിക്കുന്ന അവസ്ഥയിൽ ഇതിനേക്കാളും നല്ല ഏരിയ എ സോൺ അഥവാ ബി സോൺ, ഈ സോണിലൊക്കെ നമ്മൾ ഏത് ചലഞ്ച് വേണമെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം ഇവിടുത്തെ അനുസരിച്ച് ഒരു 800 കിലോ വരെ നമുക്ക് ലഭിക്കാം. പക്ഷേ നേരെ തിരിച്ച് നമ്മുടെ ഈ എ സോണിൽ എന്ന് പറയുന്നിടത്ത് നമ്മളൊരു 1500 കിലോ വരെ എടുക്കാനുള്ള ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് കാരണം എന്നാന്ന് ചോദിച്ചാൽ, അതിന് ഈ സാങ്കേതികവിദ്യ അനുസരിച്ച് ചെയ്യാൻ തയ്യാറുള്ളവർ നമ്മളുമായിട്ടൊന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ടുള്ള നമ്മൾ ഈ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്നതായിരിക്കും. ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ ഒരു ചലഞ്ച്, നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് എ സോൺ ആണെങ്കിലും ബി സോൺ ആണെങ്കിലും ഡി സോൺ ആണെങ്കിലും അതിനപ്പുറമുള്ള തോട്ടങ്ങളാണെങ്കിലും എത്ര കരിഞ്ഞ കാലാവസ്ഥ അടിക്കുന്ന തോട്ടമാണെങ്കിലും നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ച് അവിടെ ഈ സാങ്കേതികവിദ്യ കൃത്യമായിട്ട് വികസിപ്പിച്ച് ഏലത്തിൽ 100 മേനി വിളവ് തരാനുള്ള സജ്ജീകരണം ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ചൂട് കൂടി ഭീകരമായ കാലാവസ്ഥ എന്നാലും നമ്മളൊരു 75% കായ നമ്മൾ ഈ സാങ്കേതികവിദ്യയും കൊണ്ട് പിടിപ്പിക്കാം. ചിലവർ 100 ജെറും പറഞ്ഞതനുസരിച്ച് ചിലപ്പോൾ ഒരു 10-20% ചില പ്രശ്നം കൊണ്ടൊക്കെ ഉണ്ടാകാം. എന്നേലും വേനൽ ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ തന്നെയാണേലും ഒരു 90% മുകളിൽ കാ പിടിച്ച് നിൽപ്പുണ്ട്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. അത്രയും ഈ കാലാവസ്ഥയിലും ഈ തോട്ടം ഇതുപോലെ നിൽക്കണമെങ്കിൽ അതൊരു നിസ്സാര കാര്യം കൊണ്ട് ഒരിക്കലും നടക്കത്തില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. നമ്മൾ ഈ ഒരു ഏലക്ക 1 കിലോ നമുക്ക് കിട്ടണമെങ്കിൽ അതിനുവേണ്ടി വരുന്ന ചിലവ് മുതൽ മുടക്ക് എത്രയായിരിക്കും? 1 കിലോ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് 1 കിലോ ഉണക്കക്കായ. 1 കിലോ ഉണക്കക്ക ഉൽപ്പാദിപ്പിക്കാൻ 500 രൂപയിൽ താഴെ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ്. 500 രൂപയിൽ താഴെ 1 കിലോ ഉണക്കക്ക കിട്ടാനുള്ള സാങ്കേതികവിദ്യയാണ് ഇതിലുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഏത് തോട്ടത്തിലും ചെയ്യാമെന്ന് പറഞ്ഞാലും അതിന് ചില ഒരു നിബന്ധനയുണ്ട്. കാരണം നമുക്ക് ജലസേചനം ഉള്ള തോട്ടത്തിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാത്തിടത്ത് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ജലസേചനം ഉള്ളിടത്ത് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാങ്കേതികവിദ്യ അനുസരിച്ച് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് 500 രൂപ താഴെയും ഏലക്ക ഒരു 75% മുകളിലും നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കാണിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന കൊത്തിൽ നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് നമുക്ക് 30-35 കായൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അത് കൂടുതലും ഉണ്ടാകും. പക്ഷേ നമ്മൾ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും
25 മുതൽ 28 കാ വരെ നമ്മൾ ഉറപ്പായിട്ടും ഈ സാങ്കേതികവിദ്യ അനുസരിച്ച് പൂവായാൽ അത് കായാക്കി മാറ്റി എടുക്കാനുള്ള സാങ്കേതികവിദ്യയാണിത്. അത് 100% ഉറപ്പാണ്. ആ കാര്യത്തിൽ 100% ഉറപ്പുമാണ്. ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ അത് മറ്റൊരു വെല്ലുവിളി, 500 രൂപയിൽ താഴെ മുതൽ മുടക്കിൽ നിങ്ങളുടെ ഏലത്തോട്ടത്തിൽ ജലസേചന സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് അതും അവിടെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഇനിയൊരു സത്യാവസ്ഥയോടെ പറയാം, എൻ്റെ തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. ഒരു തരത്തിലും വിള ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള കർഷകരുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് വിളവ് കിട്ടണം, ഒട്ടും ക്ഷമയില്ല. അപ്പോൾ ഈ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുത്താൽ എത്ര ദിവസം കൊണ്ട് ഇത് നമ്മുടെ തോട്ടത്തിൽ അപ്ലൈ ചെയ്ത് സെറ്റാക്കാൻ പറ്റും? അതിന് ചില നിബന്ധനകളുണ്ട്. നിബന്ധനകളെന്ന് പറഞ്ഞാൽ, നമുക്ക് കോവിഡ് കാലം വന്ന പോലെ തന്നെ ക്വാറന്റൈൻ ആയിട്ട് നമ്മൾ ഇതിനെ ചെടിയെ സംരക്ഷിക്കണം. ഈ ചെടിയെ നമ്മൾ ക്വാറന്റൈൻ ആക്കും എന്ന് പറഞ്ഞാൽ അതിനൊരു ഏറ്റവും ചുരുങ്ങിയ ഒരു 30 ദിവസം വേണം. അതിപ്പോൾ നമ്മുടെ ആൾക്കാർ നമ്മൾ ആ തോട്ടത്തിൽ വന്ന് സന്ദർശിച്ച് അതിനുള്ള മണ്ണിലെ പ്രശ്നങ്ങളും ഇലയുടെ പ്രശ്നങ്ങളും തണ്ടിൻ്റെ പ്രശ്നങ്ങളും അതിന് എന്നാണ് ഉള്ള കുറവുകളെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഈ നമ്മൾ പറഞ്ഞ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാ പിടിപ്പിച്ച് തരാനുള്ള അത് ഫലവത്താവുള്ളൂ. കാരണം അല്ലാതെ ഒരു ചെടിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് കാ പിടിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റിയല്ല. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് ആ തോട്ടത്തിൻ്റെ ആ നിയന്ത്രണത്തിൽ നമുക്ക് വിട്ടുതരണം, വിട്ടുതരികയും ചെയ്യും അവരുടെ സമ്മതത്തോടു കൂടി. അപ്പോൾ നമ്മൾ ഓക്കെ ആക്കിത്തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങളുടെ തോട്ടം പൂർണ്ണമായിട്ട് ഇവർക്ക് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ബാക്കി കാര്യങ്ങൾ ഇവർ 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. പക്ഷേ എൻ്റെ പ്രശ്നം ഇനിയും തീർന്നിട്ടില്ല. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ തോട്ടം, നശിച്ചു പോയിരിക്കുന്ന എൻ്റെ തോട്ടം സാവു സാറിനെ ഏൽപ്പിക്കുന്നു. സാറ് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, വ്യക്തമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തെന്നിരിക്കും. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഡൗട്ടാണ്. അങ്ങനെ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോയോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർ കണക്കല്ല. നമ്മൾ ആദ്യമേ ആ ഫാർമറെ നമ്മൾ വിശ്വാസത്തിലെടുക്കും. എന്നിട്ട് ഒരു തോട്ടത്തിലാണെങ്കിൽ ആ തോട്ടം കണ്ടിട്ട് നമ്മൾ ആദ്യമേ ആ തോട്ടത്തിൻ്റെ രോഗങ്ങൾ എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാനില്ല. കാരണം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെ, പല തോട്ടങ്ങളിലും പല രോഗങ്ങളും ഉണ്ട് എന്ന് പറയുക. പക്ഷെ ആ രോഗങ്ങൾക്ക് മരുന്ന് അവർ പറയുന്ന എഴുതി കൊടുക്കുക ചെയ്യുക. പക്ഷെ നമ്മളതല്ല, ആ രോഗങ്ങൾ എന്താണെന്ന് നമ്മൾ അവരെ പ്രൂഫ് ചെയ്ത് മനസ്സിലാക്കി നാളുകളിൽ ഇത് ഇവർക്ക് ഗുണമാകുന്ന രീതിയിൽ നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കഴുത്തറുത്ത് പൈസ മേടിക്കാനുള്ള പരിപാടിയല്ലേ? അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അറിയാമോ, ഇത് നമ്മളൊരു പ്രത്യേക ഒരു പോർഷനിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. 5 പൈസ വാങ്ങിക്കുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇനിയും ഇത് നമ്മൾ പുതിയ സാങ്കേതികവിദ്യ അനുസരിച്ച് കുറേ അവാർഡുകൾ കിട്ടിയതാണല്ലോ. ചിലപ്പോൾ ഇനിയും ഞാൻ നോക്കട്ടെ, ഒരു അവാർഡിൻ്റെ പ്രതീക്ഷയിൽ നമുക്കത് നോക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങളുടെ തോട്ടത്തിന് ഒരു സെക്ഷൻ മാറ്റിവെച്ച് അവിടെ ഇത് അപ്ലൈ ചെയ്ത് അതിൻ്റെ 100% റിസൾട്ട് നിങ്ങളെ കാണിച്ചിട്ട് മാത്രമേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുവരെ നമ്മൾ ഫ്രീ ആയിരിക്കും. അതുവരെ ഫ്രീ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വളരെ കൃത്യമായിട്ട് പ്രൂഫ് വിത്ത് എവിഡൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തോട്ടത്തിൽ കാണിച്ച് രോഗങ്ങളെപ്പറ്റി മനസ്സിലാക്കി തന്ന് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ട് മാത്രമേ അത്തരത്തിലുള്ള കാര്യം. അത് മാത്രമല്ല, നമ്മുടെ തോട്ടം സന്ദർശിച്ച് നമ്മൾ വേണ്ട സമയത്ത് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഏലകൃഷിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയൊരു ശാസ്ത്രീയ വിദ്യയെപ്പറ്റി നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർഷകർ ഇതിന് പിന്നിൽ അധ്വാനിച്ചവരെയും ഇതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ വളരെ കൃത്യമായിട്ട് കാണേണ്ടതുണ്ട്. നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ വിക്രം ചൗധരി സാറാണ്. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ സാറാണ് പ്രോ അഗ്രോടെക് എന്ന കമ്പനിയുടെ അതിൻ്റെ കെമിസ്റ്റായിട്ടും മെയിനായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങളുടെയും നിരീക്ഷണ പരീക്ഷണങ്ങളിലൊക്കെ അടിസ്ഥാനമാണ് നമ്മുടെ ഈ ഏലകൃഷി ഇന്ന് ഇത്രമാത്രം മികച്ച രീതിയിലാക്കാമെന്നുള്ള ഒരു ചലഞ്ച് വരെ നിങ്ങളുടെ മുമ്പിൽ ഏറ്റെടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിത്വത്തിൻ്റെ വിലയേറിയിട്ടുള്ള വാക്കുകൾ നമ്മുടെ കർഷക സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും കേട്ടിരിക്കണം. സോ ഇദ്ദേഹത്തിൻ്റെ വളരെ ഇത്തരം കാര്യങ്ങളിലുള്ള വ്യക്തതയാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള കാരണം. കഴിഞ്ഞ 12 വർഷമായിട്ട് ഏലകൃഷിയെ പറ്റി കൃത്യമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മുടെ ഏലകൃഷിയിൽ അപ്ലൈ ചെയ്ത് മികച്ച ഉൽപ്പാദനം സൃഷ്ടിക്കാമെന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കി തരുന്നത്. സർ, വി വാണ്ട് ടു നോ വാട്ട് ആർ ദ മെയിൻ ടെക്നോളജീസ് ബിഹൈൻഡ് ദീസ് പ്രോഡക്ട്സ്. At present, worldwide, all the agronomists agrees that our main problem lies with the
soil condition. With rampant use of fertilizer over years, what happened? Our soil carbon and nitrogen ratio has somewhat changed. Carbon got depleted, although it is ideal to have 24 but the value, but currently we are ranging in between 3 to 11. So ultimately we have to improve the carbon condition in the soil so that the soil should be porous, the microbes should get more population and they can respirate. But as the rampant use of these fertilizers, inorganic fertilizers particularly, the soil got compacted, neither they are having much more moisture holding capacity as well as air in between to develop the microbes naturally. Hence our one part focus was to improve the soil, and also compact soil gets heated much faster, which leads to many problems in the cardamom and other plants also. In cardamom, we developed in our last more than one decade research that this high temperature of the soil and less porosity resulted into fruit drop, root damage, your bulb damage, and ultimately the plant gets decayed. Yes. Walk along with nature. That is our policy. Yeah. Walk along with nature. So how can we connect this product with nature? So actually we are, regarding soil, we are improving or giving a microbe conducive environment where carbon gets improved and slowly the fertilizer requirement will be less. So once we are ideally hopeful that we will get a situation where least amount of fertilizer will be required what we are using compared to today. സോ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ കർഷകർ തീർച്ചയായിട്ടും മണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കർഷക സുഹൃത്തുക്കൾ ഇതിനുള്ള കൂടുതൽ കാര്യം അപ്ലൈ ചെയ്യാനായിട്ട്. പലരും അതറിയാതെ കണ്ട കടയിൽ നിന്നും കെട്ടുന്ന വളങ്ങളെല്ലാം നമ്മുടെ ഏലത്തോട്ടത്തിലേക്ക് മേടിച്ച് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ തോട്ടം പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ വിചാരിക്കുന്ന വിളവ് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ നമ്മുടെ മണ്ണിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ കൃത്യമായിട്ട് അറിഞ്ഞ് അതിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് സ്വാംശീകരിച്ച് അങ്ങനെയുള്ള ഒരു ശാസ്ത്രീയ വശങ്ങളുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഈ ഒരു അഗ്രോടെക് ഈ ഒരു കമ്പനിയുടെ വളരെ മികച്ച രീതിയിലുള്ള അവരുടെ സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഗവേഷണ പരീക്ഷണങ്ങളിലൂടെയാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം നിലവിൽ വന്നിരിക്കുന്നത്. We have noticed during last decade the earthworm in the soil got reduced in a significant population. Those were the natural inhaler of the soil, but somehow it got reduced. Now if we improve the soil condition, that will come to the soil and will take care of the soil in future course also and in a sustainable manner. That is our motto, basically to improve soil. And for cardamom, we have developed a product that is specific to cardamom. We are producing some material specific to that crop particularly, such as black pepper, paddy, vegetables also. And in vegetables, we are having some different kind of products for different type of vegetables also. That is specific to that particular vegetables and that particular crop. In cardamom, one of the major problem was root damage along with the fruit fall and less fruit setting. This product which we develop for cardamom, it contains around 14% of carbon and balance other ingredients. This carbon, organic carbon, helps in improving the microbe population, which in turn in their life cycle will add on further carbon, organic carbon into the soil, and other components take care of the fruit setting, root growth, and reduce the fruit drop. At least we will get 90% fruit setting with good color, textures, aroma, output.
Last year we were in a great trouble. The reason is that root damage. So what are the solutions that we have to maintain for this root damage? So basically during summer of last year, we observed that there was a huge damage in the cardamom sector due to root and its bulb getting damaged. During that season, we observed that the root tips are getting damaged first, and it is causing an hormonal imbalance basically. Then this hormonal imbalance is getting deteriorated further as the new roots are not developing. So we developed some precursor materials which will act as a buffer and ultimately synthesize those deficient material and keep on creating or producing new roots so that plant can sustain under any adverse condition also. സോ നമ്മുടെ ഈ ഒരു ശാസ്ത്രീയ വശങ്ങളിലൂടെ ഇവരുടെ പഠനങ്ങളനുസരിച്ച് ഇവരുടെ പ്രൊഡക്റ്റുകളുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മണ്ണിനെ മനസ്സിലാക്കിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ റൂട്ട് വളരെ കൃത്യമായിട്ട് എല്ലാ ഡാമേജും മാറ്റി റൂട്ടിനെ സ്ട്രോങ് ആക്കുന്നു. കാരണം ഒരു കാർഡമം പ്ലാന്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് റൂട്ടാണ്. അതിൽ റൂട്ട് നല്ല രീതിയിലായെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ എന്ത് നോക്കിയിട്ട് കാര്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചെടി മൊത്തത്തിൽ ടോട്ടലി അത് ഡിസ്ട്രോയിഡ് ആണ്. സോ അതുകൊണ്ട് നമ്മുടെ ഈ റൂട്ടാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഫാക്ടർ. നമ്മുടെ ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ റൂട്ട് വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആവുകയും ഏലം മികച്ച രീതിയിൽ ഉൽപ്പാദനം തരികയും ചെയ്യും. Sir, thank you so much for your valuable information. Thank you, sir.